ഈ ബർത്തിങ് സ്യൂട്ടിൽ ബർത്തിങ് സ്യൂട്ടിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നും ഇന്നലെയോ തുടങ്ങിയതൊന്നും അല്ല. ബർത്തിങ് സ്യൂട്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ 10 കൊല്ലത്തിന് മുന്നേ തന്നെ ബർത്തിങ് സ്യൂട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത കുട്ടിക്ക് 13.5 വയസ്സാണ്, ഇളയ കുട്ടിക്ക് 9 വയസ്സാണ്. രണ്ടുപേരെയും ഞാൻ ബർത്തിങ് സ്യൂട്ടിലാണ് ഡെലിവറി ചെയ്തത്. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് കിംസിലാണ് ഞാൻ ഡെലിവറി ചെയ്തത്. അപ്പം അന്നേ ഉണ്ട്. അപ്പം അന്നേ ബർത്തിങ് സ്യൂട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ബർത്തിങ് സ്യൂട്ട് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലീസും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബർത്തിങ് സ്യൂട്ടിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് 4 വ്യക്തികളുടെ കാര്യം നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഒന്നാമത്തെ കാര്യം ലേബർ ചെയ്യുന്ന ലേഡി, പ്രസവിക്കുന്ന ലേഡി. രണ്ടാമത് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന റിലേറ്റീവ്സ്. മൂന്നാമത് അവരുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ്. നാലാമത് ബർത്തിങ് സ്യൂട്ടിൽ ജനിച്ചു വീഴുന്ന ബേബി. ഈ 4 പേരുടെ കാര്യം നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ ബർത്തിങ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം പ്രസവം കാലാകാലങ്ങളായിട്ട് നടക്കുന്ന, അതായത് മനുഷ്യയുഗം ഉണ്ടായ കാലം തൊട്ടേ ഉള്ള സംഭവമാണെങ്കിൽ പോലും അതെപ്പോഴും ഒരു ഭയമുണ്ടാക്കുന്ന, ഡിസ്ട്രെസ് ഉള്ള, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതിൽ ആ ലേഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാമിലി മെമ്പേഴ്സിനെ ആ ലേഡി തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഗർഭിണി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് ഡെലിവറി പെയിനുമായിട്ട് ചെന്ന് നമ്മൾ ഉടനെ ഒരു റൂം സെലക്ട് ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല ലേബർ കോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരുന്ന്, ഈ ഗർഭിണിയുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവർക്ക് വേറെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒബ്സ്ട്രറ്റിക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ലേബർ സ്യൂട്ട് എടുക്കുക. അല്ലാതെ നിങ്ങളുടെ ഡോക്ടർ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് സ്യൂട്ട് റൂം ഒരു ഐഡിയൽ വേ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെഡിക്കൽ പ്രൊഫഷണൽസിനെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ സ്യൂട്ട് റൂം എടുക്കാനായിട്ട് നിൽക്കരുത്.